1948 മുതൽ ഇസ്രയേലിനോടുള്ള ചരിത്രത്തിൽ ഒന്ന് തളിർക്കുന്ന അത്തി അത് വന്നത് നമ്മൾ കണ്ടു. 2 ഉണങ്ങിയ അസ്ഥികൾ ഒരു സൈന്യമായി എഴുന്നേൽക്കുന്നത് നമ്മൾ കണ്ടു. യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകത്തക്കവണ്ണം അതിൻ്റെ മേൽ ഒരു കലശം ഒഴിക്കുന്നതായി കണ്ടു. നദി വറ്റുന്നത് 1970 മുതൽ ആരംഭിച്ചു. വെളിപ്പാട് പുസ്തകം 16:12 അതുണ്ട്. നമ്മുടെ അടുക്ക കൂടെ പോകുന്ന ഹൈവേ വരെ ഈ അന്തിമ യുദ്ധത്തിന് യൂഫ്രട്ടീസ് നദി കടക്കേണ്ടതിന് ഒരുക്കുന്ന വലിയ റോഡിൻ്റെ ഭാഗങ്ങളാണ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. ഗലീല കടൽ, അതിലെ വെള്ളം ചുവപ്പ് നിറമായി മാറുന്നത് 2025 നമ്മൾ കണ്ടു. ഓഗസ്റ്റിൽ അത് നടന്നു. ഇസ്രയേൽ സറൗണ്ടഡ് ബൈ എനിമീസ്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ശത്രുക്കൾ യെരുശലേമിന് ചുറ്റും വളയുമ്പോൾ അന്തമടുത്തു എന്ന് ഓർക്കുക, അതിൻ്റെ കഷ്ടകാലം അടുത്തു, നിങ്ങൾ തലകളെ ഉയർത്തുക എന്ന് യേശു പറഞ്ഞ ദിവസങ്ങളിലായി. യൂഫ്രട്ടീസ് നദിയോട് ചേർന്ന് പൂട്ടിയിട്ടിരുന്ന 4 അശുദ്ധ ആത്മാക്കളെ അഴിച്ചുവിടുവാനും ആ കലശത്തിൽ നിന്ന് സംസാരമുണ്ടായി. 4 നിറത്തിലുള്ള കുതിരകളെ വെളിപ്പാട് പുസ്തകം എടുത്തു കാണിച്ചു. ആ 4 നിറങ്ങൾ ചേർന്ന കൊടികൾ കൊണ്ട് യൂഫ്രട്ടീസിൻ്റെ സൈഡുകൾ മുഴുവനും നിറഞ്ഞു കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിച്ചു. ഇതെനിക്ക് തോന്നുന്നത് ഒരു 3 വർഷം മുമ്പേ ഞാൻ എടുത്തതാണ്. ഇന്ന് സോഷ്യൽ മീഡിയകൾ അത് ഏറ്റുപറയുന്നുണ്ട്. കാര്യങ്ങൾ അങ്ങനെ മാറുകയാണ്. ഇനിയും പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുത്ത ഒരു ചരിത്രത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ കഴിഞ്ഞ ഒരു കാലം. ആ വാക്യം ദയവായി ഒന്ന് വായിക്കാമോ? നമ്മൾ ഇതുവരെ വായിച്ചതല്ല. വെളിപ്പാട് പുസ്തകം 13:15. അത് മുഴുവനും തന്നെ എതിർ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. മൃഗമെന്നവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ അത് പോകും. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ ഒരു പ്രതിമയ്ക്ക് ആത്മാവ് ഉണ്ടാകുമോ? ഒരു സംശയമായിരുന്നു. ഇല്ല, ഒരിക്കലുമില്ല. ഇതിനെന്തോ അർത്ഥവ്യാഖ്യാനമുണ്ട്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലേറ്റസ്റ്റ് മോഡലും അതുപയോഗിക്കാവുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സും കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് രംഗത്ത് വന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കാവുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഹ്യൂമൻ സൂപ്പർവൈസേഷൻ ആവശ്യമില്ല. അത് ഇൻഡിപെൻഡൻ്റ്ലി ടേക്ക് ഓവർ ചെയ്യാൻ പ്രാപ്തമാണ് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ശാസ്ത്ര സംഘടന പ്രഖ്യാപിച്ചു. മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് സ്വയം ആത്മാവായി, അതിന് സ്വയം ജീവനായി. ഇനി മനുഷ്യൻ അതിൻ്റെ മേൽ ഒന്നും ചെയ്യാനില്ല. അത് അതിൻ്റെ തീരുമാനമെടുക്കുവാൻ പ്രാപ്തമായി എന്ന് ശാസ്ത്രീയ സംഘടനകൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഹി ഗേവ് പവർ ടു ദം. ഓക്കെ, ഞാൻ ആ വാക്യം മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞു. ഡെത്ത് വിൽ ബി ഓപ്ഷണൽ ബൈ 2045. അടുത്ത ശാസ്ത്രീയ നിഗമനമാണ് 2045 ആകുമ്പോഴേക്കും മരണത്തെ നിയന്ത്രിക്കത്തക്ക ശക്തി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനാകും. എനിക്ക് മരിക്കണമോ വേണ്ടായോ എന്ന് ഒരുത്തൻ തിരഞ്ഞെടുത്താൽ മതി, ആ സാഹചര്യത്തിൽ വരും എന്ന് ശാസ്ത്രം പ്രെഡിക്റ്റ് ചെയ്യുന്നു. എന്നല്ല ഞാൻ പറഞ്ഞത്, ശാസ്ത്രം പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇലക്ട്രോണിക് ടാറ്റൂസ് വിൽ സ്റ്റേ ബൈ 2030. ഇലക്ട്രോണിക് ടാറ്റൂകൾ 2030 രംഗത്ത് വരുമെന്നും വിശദീകരിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ സെൽഫോൺ സഹിതം സകലതും ഇന്ന് കാണുന്ന പലതും മാറിപ്പോകുമെന്നും ക്രെഡിറ്റ് കാർഡുകളും സെൽഫോൺ വരെയും മാറിപ്പോയി എല്ലാ പേയ്മെൻറ്റ് സമ്പ്രദായങ്ങളും കമ്പ്യൂട്ടേഴ്സ് ഏറ്റെടുക്കുമെന്നും മനുഷ്യൻ്റെ കൈമേലോ നെറ്റിമേലോ 666 മുദ്ര വന്നാൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ളതിനാൽ 2030 5 കൊല്ലം കൂടെ ഉള്ളൂ, 2030 അതിന് മുന്നമേയോ അത് സംഭവിക്കുമെന്ന് സെപ്റ്റംബറിൽ ശാസ്ത്രലോകം പ്രഖ്യാപിച്ചു. ചെറിയവരൊന്നും അല്ല പറഞ്ഞത്. ബിൽ ഗേറ്റ്സ്, സാം അൾട്ട്മാൻ ആൻഡ് എലോൺ മസ്ക്, ലോകത്തിലുള്ള ഏറ്റവും ബുദ്ധിമാന്മാർ എന്നെണ്ണപ്പെടുന്നവരും ഏറ്റവും ശാസ്ത്രീയമായി ഉയർന്ന കമ്പനികളെ മാനേജ് ചെയ്യുന്നവരുമായവർ ഈ സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ചു. 2030 ഈ ലോകം ഇനിയും മാറുകയാണ്. സെപ്റ്റംബറിൻ്റെ പ്രത്യേകതകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട മാസമാണ്.
ചൈൽഡ് ഇൻഡസ്ട്രീസും റോബോട്ട് ഇൻഡസ്ട്രീസും നേരത്തെ വന്ന കാര്യം നമ്മളിവിടെ ചിന്തിച്ചു. എല്ലാം കൂടി ഒരു കൺവേർജിങ് പോയിന്റിൽ നമ്മൾ നിൽക്കുകയാണ്. ഞാനിത് എടുത്തിരിക്കുന്നത് ചിലതിൻ്റെയൊക്കെ വെബ്സൈറ്റ് ID ഞാൻ കൊടുത്തിട്ടുണ്ട്. കാണത്തക്കതുപോലെ അതിൻ്റെ ഒറിജിനൽ കളറിൽ നിന്ന് മാറ്റി വേറൊരു കളറിലിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഗ്രോത്ത് പോർട്ട്, കുഞ്ഞുങ്ങളെ ആർട്ടിഫിഷ്യലി വളർത്തിയെടുക്കുവാൻ മാതാവിൻ്റെ ആവശ്യമില്ലാതെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ ആയിരക്കണക്കിന് വളർത്തിയെടുക്കുവാനുള്ള സംവിധാനങ്ങൾ ആയിക്കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ മനുഷ്യജീവനും മനുഷ്യപ്രാണനും വിലയ്ക്ക് വിൽക്കാൻ കിട്ടും എന്ന പ്രായത്തിൽ ആയിക്കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകം 18-ലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഇത് സെപ്റ്റംബറിന് മുമ്പേ നടന്നതാണ്. ഇലക്ട്രോജനറ്റിക് DNA ഓൾട്ടറിങ്, ഞാനത് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പണ്ടൊരിക്കൽ ഇവിടെ വിശദീകരിച്ചതാണ്. ജനിക്കുവാനുള്ള കുഞ്ഞിൻ്റെ നിറം, നീളം, ഉയരം, കണ്ണിൻ്റെ നിറം, മുടിയുടെ നിറം മുതലായത് അമ്മയുടെ ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ, ഇപ്പം ഗ്രോത്ത് പോർട്ടായി കഴിഞ്ഞു, അതുകൊണ്ട് ഒത്തിരിയും കൂടി ഈസിയാണ്. അമ്മയുടെ ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാവുന്ന സമ്പ്രദായങ്ങൾ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുത്തുവെന്ന് പറയുന്നതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു. നമ്മളതും എടുത്തു പഠിച്ചതാണ്. അൺയൂഷ്വൽ സയൻസ് എവരിവെയർ, ലോകത്തിലെല്ലായിടത്തും ആകാശത്തിലും ഭൂമിയിലും ഒരുപോലെ തന്നെ സയൻസ് ഇൻ ഹെവൻ, എർത്ത് ആൻഡ് സീ, പൊളിറ്റിക്കൽ, സയൻറ്റിഫിക്, റിലീജിയസ്, സ്പിരിച്വൽ ആൻഡ് സോ ഓൺ, എല്ലാ മണ്ഡലത്തിലും ലക്ഷണങ്ങൾ ലോകം മുഴുവനും കണ്ടു തുടങ്ങി. ഞാൻ ഗലീലക്കടൽ രക്തനിറമായി മാറി എന്ന് കഴിഞ്ഞ മിനിറ്റുകളിൽ പറഞ്ഞു. അതിൻ്റെ ഒരു വലിയ വെരിഫിക്കേഷൻ ഇവിടെ നടന്നു. സീ ഓഫ് ഗലീലി ടേൺ റെഡ് ഇൻ ഓഗസ്റ്റ് 2025. കഴിഞ്ഞ മാസം അതിന് ഒരു ദിവസങ്ങളിലേക്ക് കാരണങ്ങൾ പലതുമാണ്. ഇന്ന കാരണം കൊണ്ടൊന്നും എനിക്ക് അറിയാം, പക്ഷേ അത് സംഭവിച്ചു, അതും നടന്നു കഴിഞ്ഞു. അടുത്തത് ബ്ലഡ് മൂണിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു. ചന്ദ്രൻ രക്തനിറമായും സൂര്യൻ ഇരുണ്ടും പോകണം. സൂര്യൻ ഇരുണ്ടു പോകുന്ന രംഗങ്ങൾ ഇപ്പോൾ ലോകത്തിൻ്റെ പൊതു ഫാഷനിൽ ടോട്ടൽ ലൂണാർ എക്ലിപ്സിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഈ മാസത്തിൽ, സെപ്റ്റംബർ മാസത്തിൽ 7-ാം തീയതി സോളാർ എക്ലിപ്സ് ലൂണാർ എക്ലിപ്സ് ഉണ്ടായി നമുക്കറിയാം. സോളാർ എക്ലിപ്സും 7-ാം തീയതി തന്നെ ഉണ്ടായി, അതും നമുക്കറിയാം. 10-ാം തീയതിയായിരുന്നു, 10-ാം തീയതിയായിരുന്നു സോളാർ എക്ലിപ്സ്. ലൂണാർ എക്ലിപ്സും 7-ാം തീയതി ഉണ്ടായി. ഇസ്രയേലിൻ്റെ മുകളിൽ 100% സൂര്യൻ ഉദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഈ മാസം 7-ാം തീയതി അതും എടുത്തോർപ്പിക്കുന്നത് കൊള്ളാം. ആ രണ്ടടയാളങ്ങൾ നിറവേറിക്കഴിഞ്ഞു. UNOയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീസ് ട്രീറ്റിയെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം ഞാൻ അനൗൺസ് ചെയ്തു. ഏറ്റവും ഗൗരവമായി എനിക്ക് അനൗൺസ് ചെയ്യാൻ ഉണ്ടായിരുന്നത് അതാണ്. ഇസ്രയേലിൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവർക്ക് വിരോധമായി സംസാരിക്കുവാൻ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് UNOയിൽ കൂടുന്ന കാര്യം. പീസ് ട്രീറ്റികൾ അവരുണ്ടാക്കാൻ പോവുകയാണ്. പീസ് ട്രീറ്റിയുടെ ചില മോഡലുകളും മറ്റും മാത്രം ഞാൻ ഇവിടെ എടുത്തു കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. 2025 ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്ന ആശയത്തിൽ ദാനിയേൽ പ്രവചനം 9:27 കാണുന്നത് പോലെ ഒരു സമൂഹം ഇരിക്കുവാൻ പോകുകയാണ്. മാത്രമല്ല സക്കറിയ പ്രവചനം 14:2 എ പ്രോഫസി ഓഫ് 25,000 ഇയേഴ്സ് ബാക്ക്, 2500 വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്ന് ഒരു 0 കൂടിപ്പോയി, ക്ഷമിക്കണം, 2500 വർഷങ്ങൾക്ക് മുന്നമേ സക്കറിയ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചനം, ഇതിനകത്ത് ഒരു 0 കൂടിപ്പോയി, ക്ഷമിക്കണം. സക്കറിയ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചനം വരികയായിരുന്നു. എ ഹ്യൂജ് വാർ ക്രൈ ഓൺ ഓൾ സൈഡ്. ഇസ്രയേലിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമായി ഇസ്രയേലിനെതിരെ ശത്രുക്കൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞ സൈന്യങ്ങൾ ഇസ്രയേലിനെ വളഞ്ഞു വരുന്ന ഒരു സമയം. ഞാൻ സകല ജാതികളെയും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടും, വീടുകൾ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൽ പാതി പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യും. ഇന്ന് അമേരിക്ക ഇസ്രയേലിന് അനുകൂലമായി നിൽക്കുകയാണ്. അതും മാറിയേ മതിയാകൂ. എല്ലാവരും അവർക്ക് ശത്രുക്കളാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സെപ്റ്റംബർ മാസം 15-ാം തീയതി 57 അറബ് നേഷ്യൻസ് ഒരുമിച്ച് ചേർന്ന് ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചു. ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം 12-ാം തീയതി, സെപ്റ്റംബർ 12-ാം തീയതി UNOയിൽ ഇസ്രയേൽ വെടിനിർത്തുന്നതിനെക്കുറിച്ച് ഒരു വോട്ടെടുക്കുകയും, UNO നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു വോട്ടെടുക്കുകയും 142 വോട്ടുകൾ ഇസ്രയേലിന് വിപരീതമായി.
ഇൻ ഫേവർ എന്ന് ഞാനിവിടെ എഴുതിയിട്ടിരിക്കുന്നത് ആ അജണ്ടയ്ക്ക് അനുകൂലമായിട്ടാണ്. ഇസ്രയേലിന് വിരോധമായി 142 വോട്ടുകളും ഇസ്രയേലിന് അനുകൂലമായി 10 വോട്ടുകളും വന്നു. 12 രാജ്യങ്ങൾ മിണ്ടാതെ ഇരുന്നു. ഞാൻ ശത്രുക്കളെ ഇസ്രയേലിൻ്റെ വട്ടം കൂട്ടും എന്ന് പറഞ്ഞ ദിവസമാണ്. 22 സെപ്റ്റംബർ മറ്റന്നാൾ UNOയിൽ അടുത്ത ഏറ്റവും വലിയ കോൺഫറൻസ് നടക്കാൻ പോകുകയാണ്. ദാനിയേൽ പ്രവചനം 8:23-24, ദാനിയേൽ പ്രവചനം 9:27, ദാനിയേൽ പ്രവചനം 11:36. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. ഒരു പീസ് പാക്റ്റ് ഉണ്ടാക്കുവാനും അതിൻ പ്രകാരം വരുന്ന 7 വർഷങ്ങൾ സമാധാനപ്രദമായും ജീവിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് മറ്റന്നാൾ UNOയിൽ ആ വലിയ കോൺഫറൻസ് കൂടുകയാണ്. എന്താകും ഭാവി എന്നാർക്കും അറിഞ്ഞുകൂടാ. ഞാനത് അതിൻ്റെ UN വെബ്സൈറ്റിൽ നിന്ന്, UN വെബ്സൈറ്റ് കുറച്ച് ദിവസങ്ങളിലേക്ക് സുലഭമല്ലായിരുന്നു, അങ്ങനെ മാത്രം പറയാം. ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് ഹൈഡ് ചെയ്യും, അങ്ങനെയായിരുന്നു. ഹൈ ലെവൽ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഫോർ ദ പീസ്ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഓഫ് പാലസ്റ്റൈൻ, പലസ്തീനിനെ കുറിക്കുന്ന പ്രത്യേക വിധി ഉണ്ടാകേണ്ടതിന് വേണ്ടി ഇറ്റ് ഷെഡ്യൂൾഡ് ഫോർ September 22. ദിസ് കോൺഫറൻസ് വിൽ ഫോക്കസ് ഓൺ ദ 2-state solution ആൻഡ് ദ ഓവറോൾ സിറ്റുവേഷൻ ഓഫ് ദ റീജിയൻ. ആ ഓവറോൾ സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ആലയം പണിക്ക് വേണ്ടിയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നത് മുതൽ ഒരുപാട് കാര്യങ്ങൾക്ക് അന്യോന്യം ശല്യമുണ്ടാകാതെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതിന് വേണ്ടി 22-ാം തീയതി ആ സെറ്റിൽമെൻറ്റിലേക്ക് വരുവാൻ താല്പര്യപ്പെടുകയാണ്. വേദപുസ്തകത്തിൽ പറയുന്ന ഒരു നാഴികക്കല്ലാണത്. അതിന് വിരോധമായി അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുവാൻ ലോകം ഒരുമിച്ച് ചേരും. ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് 196 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു നിയമം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ്. 7 വർഷത്തേക്ക് ആ നിയമം ഉണ്ടാക്കുമെങ്കിലും ഈ വർഷം നടക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സെപ്റ്റംബറിൽ കൂടുന്നുണ്ട്, ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഒണ്ടുക്കുമോ ഇല്ലയോ എന്നുള്ളത് 22-ാം തീയതി അറിയാം. ഇത് ഒത്താലും ഒത്തില്ലെങ്കിലും എന്നെങ്കിലും ഇത് ഒക്കും. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമായിരിക്കാം. ഒത്താൽ 3.5 വർഷം മാത്രമേ ഏറെക്കുറെ സമാധാനം പോകുകയുള്ളൂ. അതുമുതൽ മഹോദ്രവം ഭൂമിയിൽ ആരംഭിക്കണം. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അന്ന് മുതൽ, ആ സമയം മുതൽ മഹോദ്രവം ലോകത്തിൽ ആരംഭിക്കണം. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടണം. ഇന്നും ഗാസ പീപ്പിൾ ആർ ബീയിങ് സെൻഡ് ടു ആഫ്രിക്ക. പല രാജ്യങ്ങളിലേക്ക് അവരെ മാറ്റി പാർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഗാസയിൽ ഗൗരവമേറിയ പ്രശ്നം നടക്കുക. ഞാൻ ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. റോൺ ചാൾസ് അവർകൾ ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ അതിപ്രധാനമായൊരു പ്രസ്താവന. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ ദേശത്ത് നെടുകയും കുറുകയും നടക്കണം. ദേശത്തെ നീ അവകാശമാക്കേണ്ടതിന് നെടുകയും കുറുകയും നടക്കണം. ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 22,000 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. ഒരു മനുഷ്യനെ കൊണ്ട് 22,000 സ്ക്വയർ കിലോമീറ്റർ നടന്നു തീർക്കുക എന്ന് പറയുന്നത് അസാധ്യം, അസാധ്യം, അസാധ്യം. അതുകൊണ്ട് അബ്രഹാമിനെ കൊണ്ട് നടന്നു തീർക്കാൻ കഴിഞ്ഞില്ല. അബ്രഹാം ശ്രമിക്കാതെ പോയൊരു ഏരിയയാണ് ഗാസ. ഇന്ന് ഗാസയ്ക്ക് വേണ്ടിയാണ് ഇസ്രയേലിൻ്റെ രക്തം ചിന്തുന്നത്. അതിഗംഭീരമായ യുദ്ധം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭാഗങ്ങളിലൂടെ പോവുകയാണ്. അവനവൻ്റെ തലമുറയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അനന്തര തലമുറകൾ വില മുടക്കേണ്ടി വരുമെന്നും, ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ സെപ്റ്റംബർ കൊണ്ട് ഞാൻ സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ സെപ്റ്റംബർ കൊണ്ട് ഞാൻ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഞാനും എൻ്റെ അനന്തര തലമുറകളും വില മുടക്കേണ്ടി വരുമെന്ന് ഓർത്തിരിക്കുവാൻ ഗാസയെക്കുറിച്ച് ഞാനൊന്ന് ഓർപ്പിച്ചത് മാത്രം. തേണ്ടേ ഗാസ പീപ്പിൾ സെൻഡ് ടു ആഫ്രിക്ക. ഒരുപാട് വലിയ കൂട്ടപ്പാലായനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അറിയാൻ വയ്യാത്തവരാരുമില്ല. ഇസ്രയേലിന് ഇന്ന് 2070 സ്ക്വയർ കിലോമീറ്ററാണ് കാണേണ്ടത്, അത്ര ഇല്ല. അതിനകത്ത് 365 സ്ക്വയർ കിലോമീറ്ററുള്ള ഗാസ ചേർത്തെങ്കിൽ മാത്രമേ ഇത്രയും കാണത്തുള്ളൂ. അത് ചേർക്കുവാൻ വേണ്ടി ഇന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു വലിയ തുരങ്കം സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്തു. പിൽഗ്രീം റോഡ് എന്നറിയപ്പെടുന്ന ശീലോഹാംകുളം മുതൽ പഴയ നിയമത്തിൻ്റെ പഴയ ദേവാലയം വരെ എത്തുന്ന ഒരു നടപ്പാതയുണ്ടായിരുന്നു. ആണ്ടിൽ 3 പ്രാവശ്യം യഹൂദന്മാർ, പുരുഷന്മാരെല്ലാവരും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടണം എന്നത് ദൈവപ്രമാണമായിരുന്നു. ഞാൻ 1-2 ആശയങ്ങൾ അതിനെക്കുറിച്ച് ഗൗരവമായി പറയട്ടെ. സമയപരിധി സൂക്ഷിക്കാൻ ശ്രമിക്കും. 1-2 ആശയങ്ങൾ അതിനെക്കുറിച്ച് പറയട്ടെ. ദൈവം ഇസ്രയേലിനോട് പറഞ്ഞു, നിങ്ങൾ ആണ്ടിൽ 3 പ്രാവശ്യം യെരുശലേം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടണം. പുരുഷന്മാർ ഒരുമിച്ച് കൂടണം. അതിനകത്ത് പട്ടാളക്കാർ പോലും വരണം.
നിങ്ങളിവിടെ വരുന്ന സമയം നിങ്ങളുടെ രാജ്യത്തെ ആരും ആക്രമിക്കത്തില്ല, ഒരു ശത്രുവും യുദ്ധത്തിന് വരത്തില്ല, എൻ്റെ ദൂതന്മാർ നേരിട്ട് നോക്കിക്കോളും. നിങ്ങൾ വരുമ്പോൾ ശീലോഹാംകുളത്തിൽ പോയി, ഭയങ്കര ഏരിയയാണ് ശീലോഹാംകുളത്തിൽ പോയി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് കാലുകൾ കഴുകി ഈ പ്രത്യേക റോഡേ കൂടെ നടക്കണം. കണ്ട റോഡേ കൂടെ നടന്നു വരാൻ ഒക്കത്തില്ല, ഈ റോഡേ കൂടെ നടന്നു വരയണം. ഇതുവഴി വന്നാണ് യെരുശലേമിൽ ആരാധിച്ചു മടക്കേണ്ടത്. ഇതിനു വേണ്ടി ഒരു പാത അവർക്കുണ്ടായിരുന്നു. നീണ്ട വർഷങ്ങളായി അത് കാണാതിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 18ഓളം വർഷങ്ങളായി ഇസ്രായേൽ നടത്തിയ എക്സ്കവേഷൻസിൻ്റെ ഫലമായി ആ പാത അവർ കണ്ടെടുത്തു. നസ്രയനാകുന്ന യേശു നടന്നുപോയ, പ്രവാചകന്മാർ നടന്നു പ്രവചിച്ച, ഭക്തന്മാർ വഴി നടന്ന, രാജാക്കന്മാർ അതുവഴി കാൽനടയായി നടന്ന ആ പാത അവർ വീണ്ടും കണ്ടെടുത്തു. അതിൻ്റെ ഇടതുവശത്ത് കാണുന്നതായ ആ ചിത്രത്തിൽ ഇസ്രയേലിൻ്റെ പ്രൈം മിനിസ്റ്ററും അമേരിക്കയുടെ ഒരു മിനിസ്റ്ററും ചേർന്ന് ആ പാതയുടെ ഏറ്റവും ഒടുവിലത്തെ 8 മീറ്റർ ദൂരം അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി 8 മീറ്റർ ദൂരം അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്റ്റൻഷൻ വർക്കിന് ഒരു ചിസല് കൊണ്ട് കൊത്തി തുടങ്ങുന്നതാണ് കാണുന്നത്. ഈ പാത അവർ ഓൾറെഡി ഇനാഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. 15-ാം തീയതി സെപ്റ്റംബർ 15 അത് ഇനാഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ അലസ്ക മോസ്കിൻ്റെ കീഴിലാണിത് പോയി നിൽക്കുന്നതെന്ന് കാണാം. അവിടെയായിരുന്നു പഴയ ദേവാലയം ഇരുന്നത്. അവിടെ നിന്ന് ഒരു 8 മീറ്ററും കൂടെ, വെറും 8 മീറ്റർ മുന്നോട്ട് മാറുമെങ്കിൽ ഇസ്രയേലിൻ്റെ മണ്ണാണ്. അത് ഇസ്രയേലിൻ്റെ മണ്ണ് വരെ നീട്ടേണ്ടതിനാണ് ഈ ഉദ്ഘാടന കർമ്മം നടത്തുന്നത്. അതെ, അതിനകത്ത് ഗൗരവമായ ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പിക്ചർ എടുത്തത് കാണാം. ദ വെസ്റ്റേൺ വാൾ ടണൽസ് എന്നിതിനെ വിളിക്കുന്നു. അതിൻ്റെ കീഴിൽ കൂടെ ഉണ്ടായിരുന്ന വഴിയാണത്. അവിടം വരെ എത്തുവാൻ സെപ്റ്റംബറിൻ്റെ പ്രത്യേകതകളിലൂടെയാണ് ഞാൻ പോകുന്നത്. അടുത്തത് റബി ബാരൂഖ് ഖന്നെ എന്ന വ്യക്തിയെ മഹാപുരോഹിതനാകുവാൻ ഇയർ മാർക്ക് ചെയ്ത് മാറ്റി നിർത്തി. അദ്ദേഹത്തെ ഒരു ഓർഡിനറി അഭിഷേകത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. AD 70 ഇസ്രയേൽ ആക്രമിക്കപ്പെട്ട് ദേവാലയം പിടിക്കപ്പെട്ടതിനെ തുടർന്ന് ഇസ്രയേലിൽ പൗരോഹിത്യമില്ല, പുരോഹിതന്മാരില്ലാതെയായി. അവരില്ലാതെയായ കാലത്തിന് ഒരു പരിഹാരം വരുത്തിക്കൊണ്ട് ഈ സെപ്റ്റംബർ 10-ാം തീയതി 2025 സെപ്റ്റംബർ മാസം 10-ാം തീയതി ഈ മഹാപുരോഹിതനായി ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ച് മാറ്റി നിർത്തി. ഒരു പ്രിലിമിനറി ഓർഡിനേഷൻ നടന്നു. മെയിൻ ഓർഡിനേഷൻ നടക്കണമെങ്കിൽ ദേവാലയം പണിതേ പറ്റൂ എന്നവർ തീരുമാനിച്ചു. AD 70 ശേഷം നമ്പേഴ്സ് 19-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ചുവന്ന പശുവിനെ അവർ കൊണ്ടുവന്നു. ആ ചുവന്ന പശുവിനെ ഈ സാധനവും കഴിഞ്ഞ 2000 വർഷങ്ങളായി ഭൂമിയിൽ ഇല്ലാഞ്ഞ ഒരു വെറൈറ്റിയാണ്. കഴിഞ്ഞ 2000 വർഷമായി ഭൂമിയിൽ ഇല്ലാഞ്ഞൊരു വെറൈറ്റിയെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. ക്ലോണിങ് കൊണ്ടാണ് ഇതിനെ ഉണ്ടാക്കിയത്. അതിനെ കൊണ്ടുവന്നു. ഇതിനെക്കുറിച്ച് ഒത്തിരി കഥകളുണ്ട്, ഒരുപാട് കഥകളുണ്ട്. ലോക ചരിത്രത്തിൽ മോശയുടെ കാലം മുതൽ 9 ഇതുപോലുള്ള പശുക്കളെ യാഗം കഴിച്ചിരുന്നുവെന്നും ഇതിനെ എന്ത് തിയോളജി എന്ന് വിളിച്ചാലും തെറ്റില്ല, പ്രൂവണല്ല. പക്ഷെങ്കിൽ ഇസ്രയേൽ വിശ്വസിക്കുന്നു, ആളുകൾ പറയുന്നു. അതിൽ കവിഞ്ഞെനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. പ്രൂവണല്ല. യേശു ഉയർത്തുവെന്നുള്ളതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലല്ലോ. യേശുവിന് കന്യകാജനമായിരുന്നതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലല്ലോ, പ്രൂവൺ അല്ലല്ലോ. ഇത് അംഗീകരിക്കപ്പെടുന്നതാണ്, വിശ്വസിക്കപ്പെടുന്നതാണ്. അതുപോലെ വിശ്വസിക്കപ്പെടുന്നതാണ് മോശയുടെ കാലം മുതൽ 9 ചുവന്ന പശുക്കളെ ബലി കഴിച്ചിരുന്നുവെന്നും അവയെ പൊടിച്ച് ചാരമാക്കിയിരുന്നുവെന്നും അതിൽ 9 പശുക്കളുടെ ചാരവും ഒരുമിച്ച് ചേർത്തുവെന്നും അതിനോട് ഈ പശുവിൻ്റെ ചാരവും ചേർത്തുവെന്നും. പക്ഷെ 10ാമതൊരു പശു യാഗമാകണം. അത് മശിഹയുടെ കൈകൊണ്ടാണ് നടക്കേണ്ടത്. മശിഹ വന്ന് അത് ചെയ്യുമെന്നവർ വിശ്വസിക്കുന്നു. ആ പശുവിനെയും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതലാണ് എന്തോ പറയേണ്ടത്. സെപ്റ്റംബർ മാസത്തേക്ക് 100 കാഹളങ്ങൾ ഒരുമിച്ച് ധ്വനിപ്പിക്കുവാൻ പോകുകയാണ്. സെപ്റ്റംബർ മാസം 24 എന്ന് കണക്കാക്കപ്പെടുന്നു. സെപ്റ്റംബർ മാസം 24-ാം തീയതി ആൻഡ് ബ്രോഡ്കാസ്റ്റ് ടു ദ ഹോൾ വേൾഡ് നെവർ ഇൻ ദ ഹിസ്റ്ററി. ഇന്ന് വരെ ഭൂലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്തതുപോലെ 100 പേർ ഒരുമിച്ച് കാഹളം ധ്വനിപ്പിക്കുവാനും ആ മഹാകാഹളം ധ്വനിപ്പിക്കുവാനും ആ കാഹളധ്വനി ലൈവായി റേഡിയേറ്റ് ചെയ്ത് എല്ലാ ടെലിവിഷൻ ചാനലുകളിലും കൊടുത്ത് ലോകം മുഴുവനും അറ്റ് എ ടൈം പ്രസിദ്ധീകരിക്കുവാനും അവരാഗ്രഹിക്കുന്നു, ചെയ്യാൻ പോകുകയാണ്. കാഹളം കാണിക്കുന്നത് ഒന്ന് അനൗൺസ്മെൻറ്റ് ഓഫ് ഗോഡ്സ് പ്രസൻസ്, ദൈവ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കാൻ വേണ്ടിയാണ്.
അതെ, ദൈവ സാന്നിധ്യമുണ്ട്. ഇപ്പം തന്നെ ഉണ്ടെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. ആകപ്പാടെ ഇന്നത്തെ സാഹചര്യത്തിൽ 1000 സ്ക്വയർ കിലോമീറ്ററുള്ള ഒരു കുഞ്ഞൻ രാജ്യമാണ് ഇസ്രായേൽ. ആർക്കും കയറി കുറുകെ കാർ ഓടിച്ചു പോകാൻ അധിക സമയം വേണ്ടാത്ത ഒരു രാജ്യമാണ്. പക്ഷെ ലോകശക്തികൾ അതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നു എന്നതും ആരെക്കൊണ്ടും ജയിക്കാൻ കഴിഞ്ഞില്ല. 57 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടും അവർ ഒരു വഴിയായി വന്നു, 7 വഴിയായി ചിതറിപ്പോകുമെന്ന് പറഞ്ഞ ആവർത്തനം 28ൻ്റെ പ്രവചനം നിവർത്തിച്ചുകൊണ്ട് അവർ പിരിഞ്ഞതും നമ്മൾ ഈ മാസം കണ്ടതാ. അവർ ദൈവസാന്നിധ്യമില്ലെങ്കിൽ ഇത് നടക്കുന്ന കാര്യമല്ല. രണ്ടാമത്തേത്, കൺഫ്യൂസിങ് ദ എനിമി. ശത്രുവിനെ ഭയപ്പെടുത്തി വിടുവാൻ, പരാജയപ്പെടുത്തി വിടുവാൻ, കൺഫ്യൂസ് ചെയ്യുവാൻ പഴയ നിയമത്തിൽ കാഹളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നവർ ഉപയോഗിക്കുകയാണ്. 3, സമൻസ് എ വാർ. ഒരു യുദ്ധത്തിനു വേണ്ടി ആളുകളെ വിളിച്ചൊരുക്കുവാൻ ഒരു കാഹളം ധ്വനിപ്പിക്കും, ഒരു വാർക്കോൾ അവർ കൊടുക്കുകയാണ്. യോവേൽ 2:1 സിയോനിൽ കാഹളമൂതുവീൻ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ട്, അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഈ ചൊവ്വാഴ്ചയല്ലേ 24-ാം തീയതിയാണ് ഈ കാഹളധ്വനി നടക്കാൻ പോകുന്നത്. നമുക്കും നമ്മുടെ തലകളെ ഉയർത്തുവാനുള്ള സമയമാണ്. ദൈവസാന്നിധ്യം നാമും അനുഭവിക്കേണ്ട സമയങ്ങളാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പക്ഷേ ഇതോട് ചേർന്ന് ഒരു കാര്യമുണ്ട്. അനുതാപത്തിനും വിലാപത്തിനും വേണ്ടി ജനം ഒരുമിച്ച് കൂടേണ്ടതും ഈ കാഹളത്തിലാണ് എന്ന് യോവേൽ ഓർപ്പിക്കുന്നു. നമുക്കും അനുതപിക്കുവാനും വിലപിക്കുവാനും ദൈവത്തോട് അടുക്കുവാനും വേണ്ടി നമ്മുടെ സമയങ്ങളെ മാറ്റി നിർത്താം. യോവേൽ 2:1 എ വാർ സമൻസിങ് ഓഫ് ദ ഹോൾ വേൾഡ്. ആവർത്തന പുസ്തകം 10:9 വാക്യത്തിൽ, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരിക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളമൂതയണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഇതുകൊണ്ടാണ് അവർ ലോകവ്യാപകമായി പരസ്യം ചെയ്യുന്നത്. ആഗോള വ്യാപകമായി യുദ്ധത്തിന് വരേണ്ടവർ പോരെ, യഹോവ ഞങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറയുവാൻ ഇസ്രായേൽ എന്തുവായി പറയുന്നത്? ഒരു കുഞ്ഞൻ രാജ്യം കാഹളം ധ്വനിപ്പിക്കുകയാണ്. 100 പേരായിരിക്കും കാഹളം ഊതുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ കൂടെ അത് കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രം ആ വാക്യം. ആരും ഇത് നെഗ്ലക്റ്റ് ചെയ്യരുത്. നമ്മുടെയും വിശുദ്ധ സഭായോഗങ്ങളിൽ, നമ്മുടെയും ആരാധനാ ദിവസങ്ങളിൽ, ഉപവാസ പ്രാർത്ഥനകളിൽ ഗംഭീരധ്വനി ഊതുവാൻ സ്വർഗം കൃപ തരട്ടെ. ശത്രുവിനെ ഓടിക്കുന്ന ഒന്നാണത്. സെപ്റ്റംബർ 24-ാം തീയതി അത് ഇസ്രായേൽ ചെയ്യുമ്പോൾ നമ്മളും ദൈവത്തെ സ്തുതിക്കാം. ഈ മനുഷ്യനെ കാഹളം ഊതേണ്ടതിന് വേണ്ടി പ്രത്യേകം അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുക. ഇയാളായിരിക്കും കാഹളത്തിൻ്റെ ആരംഭം കൊടുക്കുന്നത്. ഈ മനുഷ്യനായിരിക്കും ഊതുന്നത്. പ്രധാനമായും യോവേൽ 2:1 ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യനെയും അവരൊരു അഭിഷേകം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അഭിഷേകം ചെയ്ത് മാറ്റിയിരിക്കുക. ഇദ്ദേഹം റബായിയാണ്, അദ്ദേഹമായിരിക്കും കാഹളം ഊതുന്നത്. ഇസ്രായേൽ സർവ്വജനത്തിനും ഒരു ലഹരിയുടെ കപ്പായിരിക്കും. ഞാൻ സെഖരിയ പ്രവചനം 12:2-3 വാക്യങ്ങളിൽ, ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഞാൻ പറഞ്ഞു, ഇന്ന് അമേരിക്ക ഇസ്രായേലിന് അനുകൂലമായി നിൽക്കുക. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് വിരോധമായി UNOയിൽ 1-2 പ്രമേയങ്ങൾ വന്നപ്പോൾ അമേരിക്ക ഇതിനെ വീറ്റോ ചെയ്തു മാറ്റി. ഇന്നവർ അനുകൂലമായി നിൽക്കുകയാണ്. സംഗതി തിരിഞ്ഞു വീഴും. അവരും കൂടെ എതിർത്തു വരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ യഹോവ ഒറ്റയ്ക്ക് അന്ന് ഇസ്രായേലിനെ സഹായിക്കുകയും അവരിൽ ഒരുപാട് നാശനഷ്ടങ്ങളും മരണങ്ങളും ഉണ്ടാകുമെങ്കിലും ഒരു ശേഷിപ്പ് കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ശേഷിക്കുകയും ചെയ്യും. സെഖരിയാവ് 12:24. For they shall say peace and safety, then sudden destruction come upon them. ഇത് തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നെടുത്തതാണ്. 1 തെസ്സലോനിക്കർ 5:1. പഴയ നിയമം കൊണ്ട് മാത്രം ഈ സന്ധി സംഭാഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു തീരുന്നില്ല. പുതിയ നിയമവും ഇത് ആവർത്തിച്ചു. അവർക്ക് പറയാനുള്ളത് സന്ധി സമാധാനമെന്നാണ്. പീസ് ആൻഡ് സേഫ്റ്റി. എവിടെ തിരിഞ്ഞാലും ഇത് തന്നെ കേൾക്കാം, പീസ് ആൻഡ് സേഫ്റ്റി. പക്ഷെ മോനെ, അത് ഭൂമിയിൽ നിന്ന് എടുത്തു കളഞ്ഞടാ. അതിന് വരണമെങ്കിൽ സമാധാനത്തിൻ്റെ പ്രഭു ഭരിക്കണം. അതുവരത്തേക്ക് അത് എടുത്തു കളഞ്ഞു. പീസ് ആൻഡ് സേഫ്റ്റി എന്നതാണ് ലോകത്തിൻ്റെ UNOയുടെ പ്രത്യേകിച്ചും ആപ്തവാക്യം. ബട്ട് നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഞാൻ മറ്റൊരു സൈഡിലേക്ക് വരികയാണ്.
ഒരു 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 മൃഗീയമായ ഭരണം, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം നടക്കണം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം, ഞാൻ പറഞ്ഞു വെളിപ്പാട് 13-ാം അധ്യായം മൊത്തവും എതിർ ക്രിസ്തുവിനെ കുറിക്കുന്ന പദപ്രയോഗങ്ങളാണ്. 2 ആടുകളെ അവിടെ ആദ്യമേ കാണിച്ചു. ഒരാടിനെ പോലെ, കുഞ്ഞാടിനെ പോലെ നല്ല സോഫ്റ്റ് ലാംഗ്വേജിൽ ഏറ്റവും മനോഹരമായ ഭാഷയിൽ സമാധാനം സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് വരുമെങ്കിലും അതിന് 2 കൊമ്പുണ്ടെന്ന് മറക്കണ്ട, അത് ഉപദ്രവിക്കുന്ന ആട്ടുകൊറ്റൻ തന്നെയാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കും. ഞാനൊന്ന് ചുരുക്കാൻ നോക്കട്ടെ. ഞാനിപ്പോൾ ഒന്ന് സ്പീഡ് എല്ലാവർക്കും പിടിക്കാൻ ഒക്കത്തില്ല, പക്ഷേ ഇത് ഒത്തിരി പ്രാവശ്യം കൂടി എടുത്തത് കൊണ്ട് സമ്മറി ഒന്ന് ഓർപ്പിച്ചു പോയാൽ എല്ലാവർക്കും ഓർത്തിരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ദാനിയേലിൻ്റെ ദർശനത്തിൽ ഒരു സിംഹത്തെ കണ്ടു, ഒരു കരടിയെ കണ്ടു, ഒരു പുലിയെ കണ്ടു, ആട്ടുകൊറ്റന്മാരെ കണ്ടു, ഇങ്ങനെ പലയിനം കാട്ടുമൃഗങ്ങളെ കണ്ടു. ഈ കാട്ടുമൃഗങ്ങളുടെ സ്വഭാവങ്ങൾ ഓരോ ഗവൺമെൻറ്റുകൾക്കുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ലയൺ ബാബിലോണിനെ കുറിച്ചിരുന്ന പദമാണ്. ബാബിലോൺ രാജാക്കന്മാർക്ക് സിംഹത്തിൻ്റെ സ്വഭാവമുണ്ടായിരുന്നു. ബിയർ മെൻഡോപേഷ്യൻസിനെ കുറിച്ചിരുന്നതാണ്, അവരുടെ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ലെപ്പേർഡ് ഗ്രീസിനെ കുറിച്ചിരുന്ന പദമാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം കാലം പോയി. ഏറ്റവും അവസാനമായി വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ 7 തലയും 10 കൊമ്പുമുള്ള ഒരു ഘോരവും ഭയങ്കരവുമായ മൃഗത്തെക്കുറിച്ച് പറയുന്നു. ദാനിയേലിലും വെളിപ്പാടിലും ഈ സൂചനകൾ കാണാനുണ്ട്. ഇതിനെ നമ്മളൊന്ന് അപഗ്രഥിച്ചാൽ കഴിഞ്ഞ കാലത്ത് മാഞ്ഞുപോയി എന്ന് നമുക്ക് തോന്നിയ ഗവൺമെൻറ്റുകളുടെ മുഴുവനും സ്വഭാവം ഒരുമിച്ച് ചേരുന്ന, വേറൊരു ഭാഷയിൽ ലോകത്തിൻ്റെ ആരംഭത്തിങ്കിൽ നിമ്രോദാണ് ആദ്യത്തെ ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കാലം മുതൽ മനുഷ്യന് പ്രയോജനമുള്ളതെന്ന് മനുഷ്യന് തോന്നിയ സൽസ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ചരിത്രം അരച്ച് കലക്കി പരിശോധിച്ച ശേഷം എല്ലാം കൂടെ കൊണ്ടുവരുന്ന ഒരു അന്ത്യകാല ഗവൺമെൻറ് ഉണ്ടാകും. ആ ഗവൺമെൻറ് UNO ആയി ഞാൻ സസ്പെക്റ്റ് ചെയ്യുന്നു. അതിൽ കവിഞ്ഞ് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സസ്പെക്റ്റ് ചെയ്യുന്നു. വേറൊന്നിനെയും ഇതുവരെ കണ്ടില്ല. അതുകൊണ്ടാണ് നാളെ വേറൊന്ന് വന്നാൽ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എതിർ ക്രിസ്തു എന്നത് അത് ഇന്ന് ഫോം ചെയ്യുന്ന ഒന്നല്ല. 6000 വർഷമായി മനുഷ്യനിൽ മാഞ്ഞു കിടന്ന ഒരു സിസ്റ്റമാണ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഫോംഡ് ഫോർ 6000 years. ഇന്ന് മുതൽ നിമ്രോദിൻ്റെ കാലം മുതൽ കിടന്നിരുന്ന ഒരു സിസ്റ്റമാണിത്. എ ബീസ്റ്റ് ഗവൺമെൻറ്, ഒരു മൃഗീയ ഭരണം. എ ഫോൾസ് പ്രോഫറ്റ്, ഒരു കള്ളപ്രവാചകൻ, അതായത് മതം ഇതിനോട് ചേരുന്നതാണ്. എ ഫോൾസ് പ്രോഫറ്റ്, എ റിലിജിയൻ ആസ്വൽ. ആ റിലിജനെ വിളിക്കുന്നത് വേശ്യകളുടെ മാതാവെന്നാണ്. മർമ്മം മഹദിയം ബാബിലോൺ, മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും മാതാവ്. പലയിനം മ്ലേച്ഛതകൾ ദൈവസഭയിലേക്ക് ഒരുമിച്ച് അംഗീകരിച്ച് കഴിയുമ്പോൾ മ്ലേച്ഛതകളുടെ മാതാവ് എന്നവളെ വിളിക്കത്തക്കവണ്ണം മലിനമായ ഒരു സഭാ സാഹചര്യം. എ ഡ്രാഗൺ, എ സേറ്റൻ, അല്ലെങ്കിൽ നേരിട്ട് സാത്താൻ്റെ ഭരണം ഉണ്ടാകുന്നത്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ an unclean spirit like a frog, റെപ്റ്റേലിയൻ എന്ന് ശാസ്ത്രീയ ഭാഷയിൽ ഇതിനെ വിളിക്കും. അങ്ങനെ ഒരു ദുരാത്മാവിൻ്റെ വ്യാപാരം ഒരുമിച്ചുണ്ടാകും. ഇവ ഒരുമിച്ച് ചേരുന്നതാണ് എതിർ ക്രിസ്തു. ഇത് കഴിഞ്ഞ 6000 വർഷമായി ഫോർമേഷനിലുള്ളതാണ്. നിമ്രോദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആഭിചാര ശക്തികളാൽ ഭൂലോകത്തെ ഭരിക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയായി ആഭിചാരത്തെ ഇറക്കുക എന്നതായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവനെ തകർത്തത് എന്ന് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചു. UNOയിൽ ഒരു മാസത്തിൽ ശരാശരി 6 പീസ് ട്രീറ്റുകളാണ് ഉണ്ടാക്കുന്നത്. ശരാശരി വർഷങ്ങളുടെ അക്കൗണ്ട് ഒന്നിച്ചെടുത്തുകൊണ്ട് ഓരോ മാസവും 6 പീസ് ട്രീറ്റ് വീതം ഉണ്ടാക്കും. ഒരു പീസ് ട്രീറ്റിയുടെ ഒരു മോഡൽ ഞാനിവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനൊക്കെ അല്പായുസേ ഉള്ളൂ. ഇതൊരു പാറ്റേണായി മാറി. പീസ് ട്രീറ്റി ഉണ്ടാക്കുക, ഖണ്ഡിക്കുക. ഇപ്പോഴും ഉണ്ടാക്കാൻ പോകുന്നത് 7 വർഷത്തേക്കാണ് എന്ന് വേദപുസ്തകം പ്രെഡിക്റ്റ് ചെയ്തു. അക്ഷരാർത്ഥത്തിലൊന്നും കണ്ടില്ല, ഇത് കാണാൻ പോവുകയാണ്. വേദപുസ്തകം പ്രെഡിക്റ്റ് ചെയ്തു. ഇത് ഉണ്ടാക്കുന്നതും പൊളിക്കുന്നതും ലോകത്തിൻ്റെ പാറ്റേണായി മാറി. ലാഹോർ ഡിക്ലറേഷനിൽ വാഗ ബോർഡറിൽ വെച്ച് 1999 ഫെബ്രുവരി മാസം 21-ാം തീയതി ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി. നമ്മുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ അതിനകത്ത് ഒപ്പുവെച്ചുകൊണ്ട് വാഗ ബോർഡറിൽ കൈമാറുന്ന ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ കാണുന്നത് പിന്നെ മെയ് മാസത്തിൽ വേറൊന്നുണ്ടാക്കുന്നതാണ്.
എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയിൽ 1999 ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാക്കിയിരുന്ന പീസ് ട്രീറ്റിക്ക് മെയ് മാസം വരെയുള്ള ലൈഫേ ഉള്ളായിരുന്നു. മെയ് മാസമായപ്പോൾ കഴിഞ്ഞു. ഉണ്ടാക്കുക പൊളിക്കുക. ഇത് UNOയുടെ ഒരു പാറ്റേണായി മാറി. നമ്മുടെ ദൈവം എന്നും പാറ്റേണുകളിലാണ് പ്രവർത്തിക്കുന്നത്, ഒരിക്കലും റാൻഡം അല്ല. ദൈവം ഒരിക്കലും ഇടിപിടിയൊന്നും ചെയ്യാറില്ല. എല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ട്, നിർമ്മിക്കപ്പെട്ടു. ഇതും 3.5 വർഷം കൊണ്ട് പൊളിയും എന്ന് മറക്കണ്ട. യെശയ്യാവിൻ്റെ പുസ്തകം 8:10 ടേക്ക് കൗൺസിൽ ടുഗദർ, കൂടി ആലോചിച്ചു കൊള്ളുവീൻ, അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പിപ്പീൻ, സാധ്യത ഉണ്ടാകുകയില്ല. ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ട്. ഇസ്രയേലിനോട് എതിർത്ത ബാബിലോൺ എവിടെ? പേർഷ്യ എവിടെ? ഗ്രീസ് എവിടെ? റോം എവിടെ? ദൈവസഭയ്ക്ക് തിരിഞ്ഞു ചോദിക്കുവാനുണ്ട്. സഭയോട് എതിർത്തതായ ഭരണാധികാരികൾ എവിടെ? ഇന്ന് നാം നിലനിൽക്കുവാൻ ഒരു കാരണം നമ്മോടുകൂടെ യഹോവയുള്ളതുകൊണ്ടാണ്. നമ്മോട് എതിർക്കുന്ന പലതുമുണ്ട്. അതിൻ്റെ നടുവിൽ ജയം തരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവസാന്നിധ്യം വിളിച്ചുണർത്തേണ്ടതിന് വേണ്ടിയാണ് 24-ാം തീയതി ഒരു കാഹളധ്വനി പരസ്യമായി ഇസ്രായേൽ മുഴക്കുന്നത്. അവരത് ചെയ്യേണ്ടത്, അഭിഷക്തരായ ലേവ്യരാണത് ചെയ്യേണ്ടത്. അവരത് ചെയ്യുന്നുണ്ട്. യെരമ്യാ പ്രവചനം 6:14 സമാധാനമില്ലാതിരിക്കുക, സമാധാനം എന്നവർ പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കുന്നില്ല. എസെക്കിയേൽ 13:10 ഇതേ കാര്യം തന്നെ കാണുവാൻ കഴിയും. പീസ് ട്രീറ്റികൾ ധാരാളമായി ഉയരും. പീസ് എഗ്രിമെൻ്റ് ഞാൻ പറഞ്ഞു, പുതിയ നിയമത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നതുമല്ല. ഇവിടെ ഒന്നിലധികം പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചിട്ടുള്ള ഒന്നാണ്, യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും അന്തിമ ദിവസങ്ങളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കാം. ആ ഡ്യൂ ടൈമിൽ അതുണ്ടായിരിക്കും. അതിനുവേണ്ടി മുൻ നിയമിച്ച സമയത്ത് അല്ലെങ്കിൽ മുൻ കണക്ക് കൂട്ടിയ സമയത്ത് അതുണ്ടായിരിക്കും. മിനിറ്റ് പറയാൻ ആർക്കും ഒക്കത്തില്ല, നാള് പറയാനും നാഴിക പറയാനും ആർക്കും ഒക്കത്തില്ല. പക്ഷേ സീസണാകുമ്പോൾ അതുണ്ടായിരിക്കും. ഓരോ പ്രാവശ്യം വേദന ഉണ്ടാകുമ്പോഴും ഇപ്പം കുഞ്ഞ് ജനിക്കുമെന്നൊക്കെ തോന്നുമെങ്കിലും അല്പം കഴിയുമ്പോൾ ആ വേദന അങ്ങ് സബ്സൈഡ് ചെയ്തെന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോയി എന്നല്ല, പോകത്തില്ല. പൈതൽ ജനിക്കുന്നത് വരെ അത് നടന്നുകൊണ്ടേയിരിക്കും. യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് ഇന്ന് വരുമെന്ന് പ്രവചിച്ചവർ അനേകരുണ്ട്. പത്രോസ് അപ്പോസ്തലൻ മുതൽ പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ നടന്നില്ല. ഇതൊരു പ്രസവവേദന പോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ മറക്കരുത്, ഒരു ദിവസം ശിശു ജനിക്കും. സർവഭൂമിയുടെയും മഹത്വം വെളിപ്പെട്ടു വരുന്നത് വരെ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഒരു ദിവസം ഇത് സംഭവിക്കും. യേശുവിൻ്റെ വരവ് സംഭവിക്കും. അതിനു മുമ്പേ കഷ്ടങ്ങളുണ്ട്. ഇത് കഷ്ടമാണ്, ഈറ്റുനോവിൻ്റെ ആരംഭമാണ് എന്ന് യേശു പറഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എത്തി എന്ന് മറക്കരുത്. മഹാനായ കാനമച്ചൻ ജീവനോടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രസ്താവന എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സ്കൂൾ വിട്ട് കൊച്ചിലെ വീട്ടിലോട്ട് വരുമ്പോൾ അമ്മ തൈര് കലക്കുന്നത് കാണാം. ഒരു കലത്തിനകത്തോട്ട് കുറച്ച് തൈരൊഴിച്ച് അതിനകത്ത് ഒരു മത്തിട്ട് മായാട കൊണ്ട് അടച്ച് ഭയങ്കരമായിട്ട് കറക്കുന്നത് കാണാം. ഇതിനകത്ത് ഭയങ്കര ബഹളമാണ്. ഈ കലത്തിനകത്ത് ഭയങ്കര ബഹളമാണ്. അമ്മയോട് എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് ചോദിച്ചാൽ അമ്മ പറയും, ഇതിനകത്തൊരു മനോഹര വസ്തു അടിഞ്ഞു കിടപ്പുണ്ട്, വെണ്ണ അതിന് പുറത്തു വരണം. എന്തിനാണ് ഈ ലോകത്തിൽ ഇത്രയും കലാപങ്ങൾ? എന്തിനു വേണ്ടിയാണ് ഇതുപോലെ പ്രതിസന്ധികൾ? ഇതിനകത്തൊരു മനോഹര വസ്തു ഉണ്ട്, വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ. ഇതൊന്ന് വെളിപ്പെട്ടു വരുവാൻ, ഇതൊന്ന് പുറത്തു വരുവാൻ ഈ ബഹളം ഒരു ആവശ്യമാണ്. പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ വരും. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഞാൻ ആ ഭാഗം തൊടാൻ ആഗ്രഹിക്കുന്നില്ല, വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, തൊട്ടുമാത്രം പോകാം. ഒരിക്കൽപ്പോലും യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ഗൗരവമായി ഓർമ്മിപ്പിക്കാതെ വിടുതലുകളെക്കുറിച്ച് മാത്രം പറയുന്ന സഭകൾ എൻ്റെ അറിവിലുണ്ട്. ഞാൻ വിടുതലുകളെക്കുറിച്ച് ധാരാളം പറയുന്നയാളാണ്. വിടുതലുകളെക്കുറിച്ച് മാത്രം പ്രസ്താവിക്കുന്ന സഭകളെക്കുറിച്ച് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നതിനെ വിളിക്കാറുണ്ട്. അതെ, കഷ്ടത്തെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്, വിടുതലിനെക്കുറിച്ചും നമുക്ക് പറയാനുണ്ട്. ഇത് രണ്ടും കൂടെ ഉള്ളൊരു മിശ്രിതമാണ് ദൈവസഭ. ഇതിനകത്ത് ഈ ബഹളങ്ങൾ ഉണ്ടാകും. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയും. ഈ വിഷയമൊന്നും തൊടാതെ ഇരിക്കും. പക്ഷെ തൊടാതിരുന്നാലും ഇത് സംഭവിച്ചിരിക്കും. പെട്ടെന്ന് അത് വന്ന് സംഭവിക്കും. ഞാൻ 120 വർഷത്തെ ഒരു ജൂബിലി കലണ്ടർ ഇവിടെ കൊണ്ടുവന്നു. ഇതങ്ങ് ഒരുപാട് ക്രൗഡഡ് ആയതുകൊണ്ട് ഞാനൊരല്പം കൂടെ ഗൗരവമായി അതൊന്ന് വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഈ ജൂബിലി കലണ്ടറിനെ കുറിച്ച്
ആദാം മുതൽ നോഹ വരെ ആദ്യത്തെ 1000 വർഷം പോയി. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇതൊന്ന് എഴുതിയെടുക്കണമെന്നില്ല, കാര്യം അത്രയും പ്രാധാന്യമുള്ളതല്ല. ആദാം മുതൽ നോഹ വരെ ആദ്യത്തെ 1000 വർഷം പോയി. നോഹ മുതൽ അബ്രഹാം വരെ രണ്ടാമത്തെ 1000 വർഷം പോയി. വേറൊരു ഭാഷയിൽ ആദാം മുതൽ അബ്രഹാം വരെ 2000 വർഷം കഴിഞ്ഞു. അബ്രഹാം മുതൽ മോശ വരെ അടുത്ത 1000 വർഷം പോയി. വേറൊരു ഭാഷയിൽ ന്യായപ്രമാണം എസ്റ്റാബ്ലിഷ് ചെയ്ത് ദേവാലയം പ്രതിഷ്ഠിക്കുന്നത് വരെ മൂന്നാമത്തെ 1000 വർഷം പോയി. മോശ മുതൽ ഒന്നാം നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശ മുതൽ രണ്ടാം നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു വരെ അടുത്ത 1000 വർഷം പോയി. വേറൊരു ഭാഗത്ത് അബ്രഹാം മുതൽ യേശു വരെ 2000 വർഷം പോയി. 2000 വർഷത്തിൻ്റെ അവസാനം, അതായത് 4000 വർഷത്തിൻ്റെ അവസാനം യേശു വരികയും യേശുവിൻ്റെ സഭയെ യേശു ഈ മണ്ണിൽ സ്ഥാപിക്കുകയും ചെയ്തു. സഭയുടെ ആദ്യത്തെ 1000 വർഷം ഒരുപാട് പീഠകളിലൂടെയും ഉപദേശ വ്യത്യാസങ്ങളിലൂടെയും പോകുകയും ഉപദേശ വ്യത്യാസം എന്ത് എന്ന് പരിശുദ്ധാത്മാവ് ജനത്തെ പഠിപ്പിക്കുകയും 1-ാം നൂറ്റാണ്ടിലെ പിതാക്കന്മാരിൽ നിന്നും നേരിട്ട് കർത്താവിനെ കണ്ടിട്ടുള്ള തലമുറയിൽ നിന്നും മാറി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു 2-ാം നൂറ്റാണ്ട് സഹസ്രാബ്ദത്തിലേക്ക് നാം കയറി. യേശുവിൻ്റെ വരവ് മുതൽ 2000 വർഷങ്ങൾ ഈ AD 32 ആകുകയാണ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു പല പ്രാവശ്യം. കാലഘട്ടങ്ങളായി തിരിച്ചാൽ അതോടുകൂടെ ലോകത്തിന് ഏതൊരു വ്യത്യാസമുണ്ടാകുമെന്നും അല്ല ഒരന്തമുണ്ടാകുമെന്നും പറയുന്നതുകൊണ്ട് ലോകാവസാനം ഉടനെ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇല്ല, ലോകാവസാനം ഇപ്പോഴില്ല. സഭ ഇവിടുന്ന് ഏത് സെക്കൻഡിലും മാറ്റപ്പെടാം. റാപ്ചർ, ക്രിസ്തുവിൻ്റെ പുനരാഗമനം ഏതു സമയത്തും സംഭവിക്കാം. അതിനുശേഷം 1000 വർഷം കൂടെ ഈ ഭൂമി ഇവിടെ ഉണ്ടായിരിക്കും. ഇനിയും പാറ്റേണിലേക്ക് മടങ്ങിപ്പോകാം. സൃഷ്ടിയുടെ സമയം 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചു. 7-ാമത്തെ ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. ഇതുപോലെ സഭയ്ക്കും ഒരു സ്വസ്ഥതയുടെ കാലഘട്ടം ഈ ഭൂമിയിൽ തന്നെ ഉണ്ടെന്നും ഒരാഴ്ചവട്ടം ഇവിടെ പൂർത്തിയാക്കുമെന്നും തിരുവചനത്തിൻ്റെ രേഖകൾ കൊണ്ട് തിരുവചനം പഠിപ്പിക്കുന്നവർ പഠിക്കുന്നു. ഇതിലെ 6 ദിവസം ഏതാണ്ട് തീരാറായി എന്നും 2032 അതിനൊരവസാനമാകും എന്നും പറയുന്നു. അതിനോടാകും ഏറെക്കുറെ അടുത്തൊരു കാലഘട്ടത്തിൽ യേശുവിൻ്റെ മടങ്ങിവരവുണ്ടാകണം. യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങൾ ഒത്തിരി എണ്ണം കൺവേർജ് ചെയ്യുന്നൊരു ടൈമാണ് സെപ്റ്റംബർ. പക്ഷേ യേശു എന്ന് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നാളെ എനിക്ക് അറിഞ്ഞുകൂടാ, നാഴിക എനിക്ക് അറിഞ്ഞുകൂടാ. അത് കണ്ടുപിടിക്കുവാനോ പ്രസ്താവിക്കുവാനോ ഒരു മനുഷ്യനെ ദൈവം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കും അത് വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ സീസൺ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. നാം സീസണില്ല. ഈ സീസണിൻ്റെ പ്രത്യേകത ഉണർന്ന് ജാഗരിക്കുവാൻ നാം തയ്യാറാകണം. ഇവിടെ ഒരു പാട്ടുണ്ടായിരുന്നു, പാടുന്നില്ല, സമയം പോകുന്നത് കൊണ്ട് പാടുന്നില്ല. ഒരുമാതിരി വേദപുസ്തകത്തെക്കുറിച്ച് അറിയാവുന്ന ശാസ്ത്രലോകം പറയുന്നത് 2024 മുതൽ 2031 വരെയുള്ള സമയമായിരിക്കും പീഡാകാലത്തിന് പുറകിലായി കർത്താവിനോട് അടുക്കേണ്ട സമയം. പീഡാകാലം ആരംഭിച്ചു. മഹാപീഡയല്ല, സഭയുടെ ഉപദ്രവകാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യം മറക്കണ്ട. ഇല്ല, ഞാനിവിടുന്ന് മാറുക. ഇതിനിടയ്ക്കാണ് ഒരു ഏലിയൻ അബ്ഡക്ഷൻ തിയറി പുറത്തു വരാൻ പോകുന്നത്. ഏലിയൻ അബ്ഡക്ഷൻ തിയറി എന്ന് പറഞ്ഞാൽ എന്നാന്ന് പറയാം. ഏലിയൻസ് പൊതുവെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാനഗോളത്തിൽ ഒരുപാട് അതിശയങ്ങൾ കാണുന്നു. ഈ അതിശയങ്ങളുടെ പുറകിൽ ഏലിയൻസ് അല്ലെങ്കിൽ ഗ്രഹജീവികൾ ആണെന്നും അവ മനുഷ്യനെ ഒരു ദിവസം പിടിച്ചുകൊണ്ടുപോകും എന്നുമുള്ള ഒരു ധാരണ ലോകത്തിലുണ്ട്. അത് സത്യമാണ്. അതിൻ്റെയും പാറ്റേണുകൾ കാണാനുണ്ട്. എന്നാൽ സഭ എടുക്കപ്പെടുന്നതോടുകൂടെ ഇത് ഏലിയൻ അബ്ഡക്ഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ എഴുന്നേൽക്കും. കാരണം സഭ എടുക്കപ്പെട്ടാൽ വീണ്ടും വിശുദ്ധന്മാർ ഈ ഭൂമിയിലുണ്ട്. സഭ മാത്രമേ ഇവിടുന്ന് മാറ്റപ്പെടത്തുള്ളൂ. അതിന് താഴെയുള്ള മജോറിറ്റി അതിന് താഴെയുള്ളവരാണ്. അവർ ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. ക്രിസ്തുവിൻ്റെ വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കേണ്ടതിന് അവരെ പ്രേരിപ്പിക്കുവാനാണ് ഏലിയൻ അബ്ഡക്ഷൻ തിയറി പുറത്ത് കൊണ്ടുവരാൻ പോകുന്നത്. അന്യഗ്രഹജീവികളുമായി കോണ്ടാക്ട് ചെയ്യുവാൻ മനുഷ്യൻ ശ്രമിക്കരുത് എന്ന് സ്റ്റീഫൻ ഹോക്കിൻസ് വ്യക്തമായി പറഞ്ഞിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ടു. അതിന് വിപരീതമായിട്ടാണ് മനുഷ്യൻ അന്യഗ്രഹങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചത്. അതിൻ്റെ പ്രതിപകരമായി ഇന്ന് അന്യഗ്രഹജീവികളിൽ നിന്ന് റേഡിയോ സിഗ്നലുകൾ ഇവിടെ കൂടെ വരുന്നുണ്ട്. എല്ലാ ദിവസവും വരുന്നുണ്ട്. പലതും ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഡീകോഡ് ചെയ്യാൻ ധാരാളം ബാക്കിയുണ്ട്. പക്ഷെ വന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സിഗ്നലുകളെ വളരെ ഗൗരവമായി ശാസ്ത്രീയമായി പറഞ്ഞുകൊണ്ട് ഏലിയൻസ് ഉണ്ടെന്നും അബ്ഡക്ഷൻ സ്റ്റോറികൾ പലതും പ്രചരിക്കുന്നുണ്ടെന്നും ഒരു ദിവസം ഈ വിശുദ്ധന്മാർ മാറ്റപ്പെടുമ്പോൾ അതെല്ലാം കൂടെ ഏലിയൻ അബ്ഡക്ഷനാണ് എന്ന് ആളുകൾ പറയുമെന്നും കരുതിക്കൊണ്ട് അതിനുവേണ്ടി ഇങ്ങനെ ഒരു തിയറിയും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. മറക്കണ്ട. അറ്റ്ലസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞാൽ എല്ലാ ദിവസവും മിനിമം 3 പ്രാവശ്യമെങ്കിലും ഇതിനെക്കുറിച്ച് നോക്കാറുണ്ട്. അപ്ഡേറ്റ്സ് ഓരോ ദിവസവും 2-3 പ്രാവശ്യം നോക്കുമ്പോൾ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നടത്തുന്ന വ്യത്യസ്ത എക്സ്പെരിമെൻറ്റ്സ്, ലോകം നടത്തുന്ന വ്യത്യസ്തമായ എക്സ്പെരിമെൻറ്റ്സ്, വ്യത്യസ്തമായ കാഴ്ചകൾ, അവർ കൊടുക്കുന്ന പുതിയ പുതിയ അഭിപ്രായങ്ങൾ എന്നിവ ഭയാനകമാണ്. ഇതിൻ്റെ എല്ലാം കൂടെ ആകെ ചുരുക്കം ഇതൊരു ഓർഡിനറി നാച്ചുറൽ ബീയിങ് അല്ല എന്നും ഇതിനകത്ത് മറ്റാരോ അന്യഗ്രഹ ജീവികൾ ഇവിടെ വന്ന് സൂര്യനുമായി ബന്ധപ്പെട്ടുവെന്നും ഗ്രഹങ്ങളുമായി ബന്ധപ്പെടുന്നുവെന്നും അവർക്കെന്തോ ചോദിച്ചു മനസ്സിലാക്കിയോ കണ്ടു മനസ്സിലാക്കിയോ മടങ്ങുന്നുവെന്നുമാണ് പറയുന്നത്. എങ്കിൽ ഏലിയൻ തിയറിക്ക് കൂടുതൽ പ്രസക്തി കൊടുക്കും. മറക്കണ്ട, ഈ ദിവസങ്ങളിൽ ഒന്നിൽ റാപ്ചർ നടക്കും. ഇതെല്ലാം കൂടി ഈ ഭൂമിയിൽ ഒരു വശത്ത് കിടക്കുമ്പോൾ അവർ സമാധാനമെന്നും സ്വസ്ഥതയെന്നും ഒരു വശത്ത് പറയുമ്പോൾ യേശു തൻ്റെ ഭക്തന്മാരെ ഇടുക്കുവാതിലിലേക്ക് വിളിച്ചു ചേർക്കും. ആ ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് സഭയെ തയ്യാറാക്കുകയാണ് എൻ്റെ പ്രധാന ഉദ്യമം, ദൗത്യം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. എല്ലാ ദിവസവും ഞാനത് ഇടുന്നുണ്ട്. യേശു വരുന്ന നാളും നാഴികയും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നാം ആ ദിവസങ്ങളിൽ ഒരുങ്ങിയിരിക്കണമെന്നും സദാസമയം ഒരുങ്ങിയിരിക്കണമെന്നും പറയുന്നതാണ്. ഒരാത്മീക ചലനം നടക്കുവാൻ നാം ദൈവത്തോട് ചേർന്നിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നാളും നാഴികയും നിങ്ങൾ അറിയാത്തതിനാൽ മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോളാൻ അല്ല യേശു പറഞ്ഞത്. നാളും നാഴികയും അറിയാത്തതിനാൽ ഉണർന്നിരിക്കുക, ജാഗരിച്ചിരിക്കുക, തയ്യാറായിരിക്കുക എന്നാണ് യേശു പറഞ്ഞത്. തയ്യാറാകാൻ നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വാട്ട് ഹാപ്പൻ ഓൺ എർത്ത്, ദ തേർഡ് വേൾഡ് വാർ. ഗോഗ് മാഗോഗ് യുദ്ധം എന്നതിനെ ഒരർത്ഥത്തിൽ വിളിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 38-39 അധ്യായങ്ങളിലും ഇറ്റ് ടോക്സ് അബൌട്ട് എ വാർ, ഒരു വലിയ യുദ്ധം. എസെക്കിയേൽ പ്രവചനം 38 1 മുതലുള്ള വാക്യം, സൺ ഓഫ് മാൻ, മനുഷ്യപുത്ര, നീ ഗോഗിന് നേരെ മുഖം തിരിച്ച് അവരോട് പ്രവചിച്ചു പറയേണ്ടത്. ഗോഗിനെ റഷ്യ എന്നാണ് തർജ്ജമ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ലീഡർ റഷ്യ തന്നെയായിരിക്കും. 3ാമത്തെ ലോകമഹായുദ്ധത്തിൻ്റെ ഗോഗ് മാഗോഗ് മഹായുദ്ധത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് റഷ്യ തന്നെയായിരിക്കും. അവർ തയ്യാറാണ്. ആവശ്യത്തിന് പോർമുഖങ്ങൾ അവർക്കുണ്ട്, ആവശ്യത്തിന് വാർഹെഡ്സ് അവർക്കുണ്ട്, ആവശ്യത്തിന് ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ട്. എന്നാൽ സമയത്തിന് മുന്നമേ വെളിപ്പെടാതിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം USSRനെ ഒന്ന് മുറിച്ച് പല കഷണങ്ങളാക്കി. കാര്യം പിതാവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. എന്നെ കാര്യമെന്നറിയാമോ? ഇതുപോലുള്ള ദൂതുകൾ കേട്ട് ചിലരും കൂടെ തങ്ങളെ തന്നെ ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ വരേണ്ടതിന് വേണ്ടി സമയം അനുവദിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 11:30 മുതൽ 34 വരെ കിത്തീം കപ്പലുകൾ അവൻ്റെ നേരെ വരും. അതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിച്ചെന്ന് വിശുദ്ധ മന്ദിരത്തിന് നേരെ ക്രുദ്ധിച്ച് പ്രവർത്തിക്കും. അവൻ മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചുകൊള്ളും. ദൈവത്തെ വിട്ടുപോകുന്നവരെ ആദരിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുന്ന ജനമെന്ന് കരുതി ഇസ്രയേലിനെ എതിർക്കുകയും ചെയ്യുന്നൊരു സമയം അവനുണ്ട്. ഈ ദിവസങ്ങൾ ആ ദിവസങ്ങളാണ്. ഞാനത് ഇംഗ്ലീഷിൽ കൂടെ കൊടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ. ദാനിയേൽ 11:30 മുതൽ 34 വരെ. ദൈവത്തിന് സ്തോത്രം. എവിടെ വെച്ചായിരിക്കും ആ യുദ്ധം നടക്കുന്നത്? കിദ്രോൻ താഴ്വരയിൽ വെച്ചായിരിക്കും ആ യുദ്ധം നടക്കുന്നത്. അസ്കലോൺ എന്നും ഇതേ കിദ്രോണിന് പേരുണ്ട്. കിദ്രോൻ വാലി അല്ലെങ്കിൽ അസ്കലോൺ വാലി എന്നതിനെ വിളിക്കാറുണ്ട്. കിദ്രോൻ വാലി ഈസ് എ ഹിസ്റ്റോറിക്കൽ ആൻഡ് റിലീജിയസ് സൈറ്റ് ഇൻ ജെറുസലേം ദാറ്റ് ലൈസ് ബിറ്റ്വീൻ ദ മൗണ്ട് ഓഫ് ഒലീവ് ആൻഡ് ദ ടെമ്പിൾ മൗണ്ട് ഓർ ഓൾഡ് സിറ്റി, running north to south and eventually ending near the Dead Sea. ഇതെവിടെയാണ് അക്ഷരീയമായി കിടക്കുന്നത് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. ഈ യുദ്ധത്തിൽ അക്കാലത്ത് നിൻ്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷിക്കപ്പെടും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലങ്ങളെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. പ്രകാശിക്കുവാനും ശോഭിക്കുവാനും എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഒരവസരം തുറന്നു തന്നുകൊണ്ടാണ് സെപ്റ്റംബർ അതിൻ്റെ സകല ഗൗരവത്തോടും വിളിച്ചു പറയുവാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചത്. ഈ യുദ്ധത്തിൽ ആറ്റമിക് എനർജി ഉപയോഗിച്ചിരിക്കും. ഞാൻ അക്കാര്യം ഓർമ്മിക്കുകയാണ്.
ദാനിയേൽ പ്രവചനത്തിൽ അതുണ്ട്. ഫൈനൽ വാറിന് 2 ഘടകങ്ങളാണ്, 2 ഫേസുകളാണ്. ഒന്നാമത്തെ ഫേസ് 3-ാം ലോക മഹായുദ്ധമെന്ന് നമ്മൾ വിളിച്ചേക്കാം. അതിനകത്ത് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ് വിൽ ഡിവൈഡ് ഇൻ ടു 2. ഒന്നാമത്തെ ഭാഗത്ത് ജനം 2ആയി തിരിയും. ഇസ്രയേലിന് അനുകൂലമായി ഒരു വിഭാഗവും ഇസ്രയേലിന് പ്രതികൂലമായി ഒരു വിഭാഗവും വരും. അമേരിക്ക, ബ്രിട്ടൻ മുതലായ ചില രാജ്യങ്ങൾ ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കും. റഷ്യയും ലോകത്തിൻ്റെ മജോറിറ്റിയും ഇസ്രയേലിന് വട്ടത്തിലുള്ള രാജ്യങ്ങളും അവർക്ക് വിരോധമായി തിരിയും. അങ്ങനെയായിരിക്കും യുദ്ധമുണ്ടാകുന്നത്. സഖറിയ പ്രവചനത്തിൽ നമ്മൾ വായിച്ചു, ആ വാക്യം ഞാൻ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സകല ജാതികളെയും യെരുശലേമിന് വിരോധമായി കൂട്ടിവരുത്തും. അതിൻ്റെ 2ാമത്തെ പാർട്ടിൽ, ആ യുദ്ധത്തിൻ്റെ 2ാമത്തെ പാർട്ടിൽ യെരുശലേമിനെതിരായി കൂടി വരും. നഗരം പിടിക്കപ്പെടുകയും വീടുകൾ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. 2ാമത്തെ പകുതിയിൽ സകല ഭൂമിയും മുഴുഭൂമിയും ഇസ്രയേലിനെതിരെ നിൽക്കും. യഹോവ ഏകനായി യുദ്ധം ചെയ്യും. ഇന്ന് നമുക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യുന്നുണ്ട്. നമ്മി പലർക്കു വേണ്ടിയും യുദ്ധം ചെയ്യുന്നുണ്ട്. യഹോവ ഏകനായി തൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യും. തൻ്റെ കാല് കിഴക്ക് ഒലിവ് മലയുടെ മുകളിൽ വയ്ക്കും. ഓൾ നേഷൻസ് വിൽ കം എഗൻസ്റ്റ്. അന്ന് യേശുവിൻ്റെ കാല് ഒലിവ് മലമേൽ വെക്കും. ഞാൻ ഈ കിദ്രോൻ വാലിയെക്കുറിച്ച് പറഞ്ഞു. ഇതെവിടെയാണ് കിടക്കുന്നത്? ഒലിവുമല കിഴക്കും അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് നടന്നാൽ യെരുശലേമിൻ്റെ കിഴക്കേ വാതിലുമാണ്. ഈ 2 സ്ഥലങ്ങളുടെ ഇടയിലുള്ള സ്ഥലമാണ് കിദ്രോൻ വാലി. അവിടെ വെച്ചൊരു യുദ്ധം നടക്കും. എന്തൊക്കെയാണ് കാരണങ്ങൾ? യേശു മഹാപുരോഹിതനും രാജാവുമായി മടങ്ങി വന്നാൽ യെരുശലേമിലേക്ക് കയറാതെ ഇരിക്കേണ്ടതിന് ഓട്ടോമൻ ഗവൺമെൻറ് ഭരിച്ചിരുന്ന കാലത്ത് യെരുശലേമിൻ്റെ കിഴക്കേ ഗേറ്റിനെ ഇഷ്ടിക കൊണ്ട് അടയ്ക്കുകയും അതിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ഒരു ശവക്കോട്ട ഉണ്ടാക്കുകയും ചെയ്തു. യഹൂദൻ്റെ പുരോഹിതൻ ഒരിക്കലും ശവക്കോട്ടയ്ക്കകത്തൂടെ നടന്ന് ഒരു വിശുദ്ധ കർമ്മത്തിന് വേണ്ടി വരികയില്ല. ആ കാരണത്താൽ അവിടെ ഒരു ശവക്കോട്ടയാകട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഒരു ശവക്കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ യേശു മടങ്ങി വരുമ്പോൾ ഇതൊന്നും അവിടെ കാണത്തില്ല. കാരണം ബൈബിൾ പറഞ്ഞു, ഞാൻ എൻ്റെ പർവ്വതങ്ങളോട് അവനെതിരെ വാളെടുക്കുവാൻ കൽപ്പിക്കും. വലിയ ഭൂകമ്പങ്ങളുണ്ടാകും. ആ ഭൂകമ്പത്തിൽ ഇത് മുഴുവനും തകരും. മാത്രവുമല്ല, അന്തിമ യുദ്ധം നടക്കേണ്ടത് അതേ വാലിയിൽ വെച്ച ഈ 2 ഇടങ്ങൾക്കിടയിൽ ഒരു വാലിയുണ്ട്. അതാണ് കിദ്രോൻ റോഡ്. അവിടെ നടക്കുന്ന യുദ്ധത്തിൻ്റെ മധ്യത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുകയും ഭൂമി മണ്ണ് അവരുടെ മേൽ വലിച്ചെറിയുകയും ആ ജനം തീരുകയും യുദ്ധം പരാജയപ്പെടുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 9:19 ഈ കാര്യങ്ങൾ കാണാൻ കഴിയും. ഇസ്രയേലിൻ്റെ 1/3 അന്ന് മരിച്ചു തീരും എന്ന് പറഞ്ഞു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വെല്ലുവിളിച്ച ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും അത്. തീയിലൂടെ ശോധന ചെയ്യുന്നത് പോലെ അവരെ ശോധന ചെയ്യും. മറക്കരുത്, ഇസ്രായേൽക്കൊരു സാധന പാഠമാണ്. ദൈവത്തോട് എതിർക്കുന്നവരെ ഞാൻ നിങ്ങളെ കീറിക്കളയും, അതുകൊണ്ട് മാനസാന്തരപ്പെടുകയും എന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞത് എൻ്റെ കേൾവിക്കാർ ലോകവ്യാപകമായി ശ്രദ്ധിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഹർമഗദോൻ യുദ്ധം അഥവാ കിദ്രോൻ വാലിയുടെ യുദ്ധം ഇവിടെ നടക്കും. ആറ്റം ബോംബുകൾ ഉപയോഗിക്കുമെന്ന് ഞാൻ പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യപ്രകാരം 20 മില്യൺ ജനങ്ങളായിരിക്കും അന്നൊരൊറ്റ സൈന്യമായി ഒരുമിച്ച് കൂടുന്നത്. 20 മില്യൺ ജനങ്ങൾ ഒരൊറ്റ സൈന്യമായി ഒരുമിച്ച് കൂടും എന്ന് പറഞ്ഞാൽ 2 കോടി ജനങ്ങൾ ഒരുമിച്ച്, പട്ടാളക്കാർ ഒരുമിച്ച് കൂടി ഒരു യുദ്ധമുണ്ടാകും. ഒരു പട്ടാള നിര ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ, 20 മില്യൺ കാണിക്കാൻ എനിക്കൊക്കത്തില്ല. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ്, കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഇതിനെയാണ് 20 മില്യൺ എന്ന് വിളിക്കുന്നത്. 10,000 ഗുണം 20,000, 20 മില്യൺ പട്ടാളക്കാർ എന്ന് പറഞ്ഞാൽ കുതിരപ്പട തന്നെ. അത് വേദപുസ്തക ഭാഷയാണ്. സാധാരണ പട്ടക്കാൾ തന്നെ അത്രയും ഒരുമിച്ച് കൂടുന്ന ലോകം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയ യുദ്ധം. കാരണം ലോകഭരണങ്ങൾ ലോകത്തിൻ്റെ കയ്യിൽ ഭരിക്കുവാൻ ഏൽപ്പിച്ച ശേഷം യേശു മറുവശത്ത് നിന്നുകൊണ്ട് നിമ്രോദിൻ്റെ കാലത്തിന് ശേഷം പല ജാതികളായി പിരിഞ്ഞു പോയെങ്കിൽ അതിലെ ഏറ്റവും നല്ല ഗുണമുള്ളവരെ ഒരുമിച്ച് ചേർത്ത് ഒരു വലിയ സൈന്യമാക്കി, ഒരു ഭരണകൂടമാക്കി ആ ഭരണകൂടത്തോട് യേശു യുദ്ധം ചെയ്യുകയും അവസാനം അത് തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന സമയമാണ്. എൻ്റെ ഡ്യൂട്ടി ഇതിൻ്റെ നടുവിൽ ടു മേക്ക് ദ പീപ്പിൾ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്.
കൊലോസ്യ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 28, 29 വാക്യങ്ങളിൽ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യും. വേർപാട്, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവ്, ദൈവിക ഉപദേശം, വേർപാട്, അതിനകത്ത് പ്രത്യേകിച്ചും ഊന്നിപ്പറയുവാനുള്ള കാര്യം ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്പത്തിൽ കൊണ്ടുവരികയല്ല, പകരം ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആക്കുക എന്ന ചിന്താഗതി. അതിലൊരൊറ്റ വ്യക്തിയെങ്കിലും കൈവിടപ്പെട്ടു പോകാതിരിക്കുവാൻ ഞാൻ കർത്താവിൽ അങ്ങേയറ്റം ശ്രമിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഈഗർലി വെയിറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവരെ കർത്താവിലേക്ക് നടത്തുവാൻ ഒന്നാമത്തേത് യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ എടുക്കുക. യെരുശലേമിൽ അവർക്ക് ചെയ്യുവാനുള്ളത് അവർ ചെയ്തു. അവരുടെ പുരോഹിതന്മാരെ അവർ ക്രമീകരിച്ചു. നമുക്കെന്ത് പറയുവാനുണ്ട്? നമുക്ക് ക്രമീകരിപ്പാൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ നമ്മുടെ ഭാഗം ആയോ? ഹിയർ ആർ വി വർക്കിംഗ് ഓൺ ദ ഹോളി ടെമ്പിൾ. പരിശുദ്ധ ആലയത്തിന് വേണ്ടി പഴയ നിയമദേവാലയത്തെ പുതുക്കിപ്പണിയുവാൻ യഹൂദൻ ശ്രമിക്കുമ്പോൾ നെതന്യാഹു അദ്ദേഹത്തെ കൊണ്ടൊക്കുന്നത് ചെയ്യുന്നു. യഹൂദന്മാർ അവരെ കൊണ്ടൊക്കുന്നത് ചെയ്യുന്നു. ക്രിസ്ത്യാനിയെ, സഭയെ നമ്മെ കൊണ്ടൊക്കുന്നത് ചെയ്യുവാൻ നമുക്ക് തയ്യാറാകുമോ? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മിപ്പിച്ചു, എനി കൺവേർഷൻ വിതൗട്ട് അലൈനിങ് ഈസ് ഇൻവേർഷൻ. ദൈവസഭയോട് ഇഴുകിച്ചേരത്തക്കവണ്ണം, അതിൻ്റെ പ്രമാണങ്ങളോട് പറ്റിച്ചേരത്തക്കവണ്ണം, ടു മേക്ക് പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് നാം നിന്നേ മതിയാകൂ. അതിന് വിപരീതമായി വരുന്നതൊന്നും ദൈവികമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ദൈവസഭയെ ശുദ്ധീകരിക്കുന്നതിലും നിർമ്മലീകരിക്കുന്നതിലും എനിക്ക് തോന്നുന്നത് എന്നെക്കൊണ്ട് കഴിവുള്ളിടത്തോളം ഞാൻ എൻ്റെ ഭാഗം ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ഞാനൊരു പ്രസ്താവന പരസ്യമായി പറഞ്ഞാൽ തെറ്റല്ല എന്നെനിക്ക് തോന്നുന്നു. ഏതെങ്കിലും പ്രശ്നമുള്ള ഒരു കാര്യം എൻ്റെ ചെവിയിൽ വന്നാൽ അത് സത്യമാണോ അല്ലയോ എന്ന് ഞാൻ അന്വേഷിക്കുന്ന പതിവുണ്ട്. ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും ഈ ആയുസ്സിൽ ഒരിക്കൽ പോലും ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് ചെയ്യാൻ പാടില്ല. രണ്ട് ഭാഗവും കേൾക്കുവാൻ ഞാൻ തയ്യാറാകും. ഒരിക്കൽ ബിഷപ്പ് T.D. ജെയ്ക്സ് പറഞ്ഞ ഒരു പ്രസ്താവന എൻ്റെ ഓർമ്മയിലുണ്ട്. കുഞ്ഞുങ്ങളോട് വളരെ സ്നേഹമുള്ള ഒരപ്പൻ തൻ്റെ മൂത്ത മകൻ നിലവിളിച്ച് കരഞ്ഞിട്ട് ഒരു മനസ്സലിവില്ലാതെ ആ കുഞ്ഞിനെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ അവൻ്റെ ഡിമാൻഡ് ഒന്നും നിർവഹിച്ചു കൊടുത്തില്ല. കരയുന്ന മോന് 7 വയസ്സുണ്ട്. ബിഷപ്പ് T.D. ജെയ്ക്സ് പറഞ്ഞ പദമാണ്. കരയുന്ന മകന് 7 വയസ്സുണ്ട്. അവനൊരു ഡിമാൻഡ് അപ്പൻ്റെ അടുക്കൽ വെച്ചു. കാരണം അവൻ്റെ പുസ്തകം സ്കൂളിൽ കൊണ്ടുപോയി വെച്ചു വന്ന പുസ്തകം ഇളയ അനിയൻ വലിച്ചു കീറി. അവന് 3 വയസ്സേ ഉള്ളൂ. ഇളയ അനിയൻ വലിച്ചു കീറി. അതുകൊണ്ട് അനിയനെ കൊല്ലണമെന്നാ ചേട്ടൻ്റെ കംപ്ലയിൻറ്റ്. എന്തു ചെയ്യും? അവൻ്റെ മനസ്ഥിതി കറക്റ്റല്ലേ? അവൻ്റെ പുസ്തകം കീറി എന്നുള്ളതിനേക്കാൾ വലിയൊരു പാപം അവന് വേറെ കാണാനില്ല. അത് അനിയനാണ് കീറിയത്, 3 വയസ്സുള്ള കൊച്ച്, അതുകൊണ്ട് അവനെ കൊല്ലണം. ഇതാണ് ചേട്ടൻ്റെ ഡിമാൻഡ്. അപ്പന് നല്ല സ്നേഹമുള്ളവനാണെങ്കിലും മിണ്ടാതെ നിൽക്കുക. പലപ്പോഴും അനാവശ്യമായി ഒരൊറ്റ വ്യക്തിയെ തൊടാതിരിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. മറുവശം ഏതെങ്കിലും ഗൗരവമായ ഒരു കാര്യം, ഈ അലൈൻമെൻറ്റിന് വ്യത്യാസമായി, ഞാൻ ഈ പടം മുന്നേ നിർത്തിക്കൊണ്ട് പറയുന്നത്, പടം ഒന്നുകൂടെ കാണിച്ച്, ഇത് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്രിസ്തുവിൽ നാം തികഞ്ഞവരായി വരുവാൻ, ഏതു പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ ചെയ്യുവാൻ കഴിയുന്നതിൻ്റെ പരമാവധി. അതിൻ്റെ അർത്ഥം എന്നേക്കാൾ മിടുക്കനായ പിശാച് ഇല്ലെന്നല്ല, ഉണ്ട്. അവന് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നത് അവൻ ചെയ്യും. ചിലരെ അകറ്റിയെടുക്കും. ആരും ദൈവകൃപ വിട്ട് മലിനപ്പെട്ടു പോകുകയും ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ ആകുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുകയും നമുക്ക് ദൈവകൃപയിൽ ഒരുമിച്ച് പോകുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ വീണ്ടും ആവർത്തിക്കാം, യേശു വരുന്ന ദിവസമല്ല ഞാൻ പറഞ്ഞത്, ഒരുങ്ങിയിരിക്കുക എന്ന ആശയമാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് വെളിപ്പാട് 22:11 മുതൽ 15 വരെയുള്ള ആ വാക്യങ്ങളിൽ പറയുന്ന സമയത്ത് നമ്മൾ എത്തി എന്ന് മറക്കാതെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ കാക്കുവാൻ അതിഗംഭീരമായി നമുക്ക് പ്രയോഗിക്കാം. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവരുടെ നിഴലത്രേ, ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളതാകുന്നു. ഒരു പെരുന്നാളാണ് ഈ സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്നത് ഇസ്രയേലിൽ. എനിക്കതിൻ്റെ അക്ഷരീക വശമല്ല. ഈ പെരുന്നാൾ ക്രിസ്തുവിനുള്ളതാണ്, അല്ലെ ക്രിസ്തുവിനെ കുറിക്കുന്നതാണ്. ഈ കാര്യം നാം മറക്കരുത്. സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല. യഹൂദൻ്റെ വീണ്ടെടുപ്പ് കണ്ട
1948 കണ്ട എൻ്റെ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുന്നമേ ഇത് സകലതും സംഭവിക്കണം. അതുകൊണ്ട് ഗൗരവത്തിൽ ഈ തലമുറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തിയ ഞാൻ കർത്താവിന് വേണ്ടി ദൈവത്തെ പ്രതിനിധീകരിച്ചത് കൊണ്ട് പറയട്ടെ, ഈ സംഭവിപ്പാനുള്ളത് എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനും മനുഷ്യൻ്റെ പുത്രൻ്റെ മുമ്പിൽ നിങ്ങൾ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ലൂക്കോസ് 21:32 36 യേശു പറയുന്ന 2 പദപ്രയോഗങ്ങളാണ്. സദാ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഞാൻ ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താൻ താല്പര്യപ്പെടുകയാണ്. ഇച്ചിരി ഓവർ സ്പീഡായി എന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തതിൻ്റെ റിപ്പീറ്റേഷനായിരുന്ന അധിക ഭാഗവും നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ ഒന്ന് പ്രതിഷ്ഠിക്കാം. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാമോ? എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഞാൻ ക്രമീകരണം വരുത്തേണ്ടത്? എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഞാൻ ദൈവത്തോട് അടുക്കേണ്ടത്? എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ആത്മജീവിതം കുറഞ്ഞു പോയത്? ഈ സെപ്റ്റംബറോടുകൂടെ നിശ്ചയമായും ആത്മീയമായി ചില പോർട്ടലുകൾ അടഞ്ഞിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കുറഞ്ഞിരിക്കും. ഇറ്റ് വിൽ ബിക്കം നാരോ ബാൻഡഡ്. ഇന്ന് ദൈവത്തോട് അടുക്കുന്നത് പോലെ വരും ദിവസങ്ങളിൽ ഒക്കത്തില്ല. അതിനുള്ള ചാൻസ് കുറഞ്ഞു പോയിരിക്കും. അതുകൊണ്ട് ഇന്ന് നന്നായി അടുത്താൽ ആർക്കൊക്കെ വേണ്ടി പോർട്ടലുകൾ തുറന്നിരിക്കുമോ അവരിലൂടെ ഒരു അന്ത്യകാല ഉണർവ് നടക്കും. ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ദൈവം സഭയെ ഒരുക്കുകയാണ്. അതിൻ്റെ ദിവസങ്ങളാണിത്, നന്ദിയാണിത്. അതുകൊണ്ട് അതിനു വേണ്ടി എന്നെ ഒന്ന് ഏൽപ്പിക്കുന്ന കർത്താവേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പറയാം. എല്ലാ കണ്ണുകളും അടയ്ക്കുവാൻ. ഇതുവരെ രക്ഷിക്കപ്പെടാത്തവർ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ, ഇതുവരെ സ്നാനപ്പെടാത്തവർ യേശുവിനോട് ചേരുവാൻ, പെട്ടെന്ന് സ്നാനമേൽക്കുവാൻ, ഇതുവരെയും ആത്മാവിനെ പ്രാപിക്കാത്തവർ വേഗത്തിൽ അതിനുവേണ്ടി കാത്തിരിക്കുവാൻ, കൃപാവരങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയാഞ്ഞവർ അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെടുവാൻ, വേർപാടാചരിപ്പാൻ കഴിയാഞ്ഞവർ അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെടുവാൻ, വിശുദ്ധ ജീവിതം ചെയ്യാൻ കഴിയാഞ്ഞവർ അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെടുവാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതങ്ങളെ പ്രതിഷ്ഠിക്കാം. കർത്താവേ, ഈ സഭയെ, എൻ്റെ കേൾവിക്കാരെ, ലോകവ്യാപകമായി ശ്രദ്ധിക്കുന്നവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ഇത്രത്തോളം മീഡിയ കവറേജും ടെക്നോളജിയും ഞങ്ങൾക്ക് തന്ന ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി നന്ദി. ഞങ്ങൾ ചേർന്ന് ഈ ജനത്തെ അറിയിപ്പാനുള്ളത്, മലയാളം കമ്മ്യൂണിറ്റിയെ വിളിച്ചറിയിപ്പാൻ സ്വർഗം തന്ന പദവിക്കായി സ്തോത്രം. അതിന് തീരുമാനിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ടെലിവിഷനിൽ ഉൾപ്പെടെ, ഹാർവസ്റ്റ് ടെലിവിഷനിൽ ഉൾപ്പെടെ വ്യത്യസ്ത മീഡിയകളിലൂടെ ശ്രദ്ധിക്കുന്നവരും പ്രത്യേകിച്ച് ഇതിനകത്തിരിക്കുന്നവരും ഇന്ന് ദൈവം ഇടപെട്ട ദൈവാലോചനയുടെ മുമ്പിൽ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചില പുതിയ തീരുമാനങ്ങൾ ആവശ്യമാകയാൽ ഞാൻ അതിനുവേണ്ടി എന്നെ പ്രതിഷ്ഠിക്കുന്നുവെന്ന് പറയുവാനുള്ളവർ ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് അങ്ങനെയുള്ളവർ ദയവായി അവരുടെ ഒരു കരം ഉയർത്താമോ? ഒരു പുതിയ പ്രതിഷ്ഠയ്ക്ക് എഴുന്നേറ്റ് നിന്നു നല്ലതാ. ഒരു പുതിയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി മീഡിയയിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ, ആഗോള വ്യാപകമായി ശ്രദ്ധിക്കുന്നവർ, ഹാർവസ്റ്റ് ടെലിവിഷനുകളിൽ ശ്രദ്ധിക്കുന്നവർ, യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നവർ, ഫേസ്ബുക്കിൽ ശ്രദ്ധിക്കുന്നവർ, വ്യത്യസ്ത മീഡിയകളിൽ ഇത് വരും. ദൈവമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുവാനും അന്യോന്യം സന്ദേശം എത്തിക്കുവാനും കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. തീരുമാനിക്കുന്നവർ അതാത് സ്ഥലങ്ങളിൽ മുഴങ്കാലിന്മേൽ ഇരിക്കുവാൻ കഴിയുന്നവർ മുഴങ്കാലിന്മേൽ ഇരുന്നുകൊണ്ട് അതാത് സ്ഥലങ്ങളിൽ, ഞാൻ ഈ ഓഡിറ്റോറിയം തന്നെയല്ല ഉദ്ദേശിച്ചത്, ഓഡിറ്റോറിയം നിർബന്ധമായും ഈ അതാത് സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇന്നൊരു പുതിയ തീരുമാനത്തിന് തയ്യാറുള്ളവർ എന്നെ ഏൽപ്പിച്ച ജോലി സെപ്റ്റംബർ മാസത്തിൻ്റെ 3-ാമത്തെ ആഴ്ച കൊണ്ട് പറഞ്ഞു തീർക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. സ്വീകരിക്കുവാൻ തയ്യാറുള്ളവർ, മറുതലിക്കാതെ സ്വീകരിക്കുന്നവർ, അതാത് സ്ഥലങ്ങളിൽ കൈകൂപ്പണമെന്ന് ആഗ്രഹമുള്ളവർ കൈകൂപ്പി, കൈ ഉയർത്തണമെന്ന് ആഗ്രഹമുള്ളവർ കൈ ഉയർത്തി, നെഞ്ചത്ത് കൈവെക്കണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ, മുട്ടുകുത്തണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ, നിങ്ങളുടെ സാഹചര്യത്തിന് ഒത്തവണ്ണം വ്യത്യസ്ത ഇടങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് കേൾക്കുന്നതെങ്കിൽ പുള്ളറ്റ് സൈഡ്, ഒരു സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട് ദൈവവുമായി ഒരു പ്രതിഷ്ഠ ചെയ്യാം. എൻ്റെ ദൈവവും കർത്താവുമേ, ഈ ജനത്തെ ഞാൻ ഞങ്ങളുടെ കരങ്ങളിൽ തരികയാ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആയിരങ്ങൾ ഇന്നൊരു പുത്തൻ പ്രതിഷ്ഠയിൽ ഈ നാളുകളുടെ ഗൗരവം മനസ്സിലാക്കി യേശുവിനോട് അടുക്കുവാൻ, ആ പ്രമാണത്തിൽ ജീവിക്കുവാൻ, സ്വർഗത്തിൻ്റെ ഗൗരവമേറിയ പോർട്ടലുകൾ വലിയ ബാൻഡ്വിഡ്ത്തിൽ അവർക്ക് വേണ്ടി തുറക്കുവാൻ, ദൈവവുമായുള്ള ബന്ധത്തിൽ അവർ നിൽക്കുവാൻ, ഈ അന്ത്യകാലത്ത് പീഡ ആരംഭിച്ച നാളുകളിൽ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ഒരു ഉണർവ് നിർവഹിച്ചെടുക്കുവാൻ ഞാൻ ഇവരെ തൃക്കരങ്ങളിൽ തരികയാ. അങ്ങ് ഇവരെ